വണ്ടിപ്പെരിയാർ കൂടെ വന്ന് നമ്മൾ സത്രത്തിലെത്തി. സത്രത്തിൽ ഇനി നമ്മൾ ഒരു ജീപ്പിന് 1.5 കിലോമീറ്റർ കയറി പോകാനുണ്ട്. വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. നല്ല മഞ്ഞും തണുപ്പും തന്നെയാണ്. വന്ന വഴിക്കെല്ലാം ഞാൻ വന്ന വഴിക്ക് വീഴുന്നു. എൻ്റെ കാലൊക്കെ കുട്ടിയോ ഒരു സംശയമുണ്ട്. അത് വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. ആക്രാന്തം മൂത്ത് തട്ടി വീണതാണ്. പിന്നെ നല്ല മഞ്ഞ് നല്ല തണുപ്പുമാണ്. തേയിലത്തോട് നടുക്ക് നല്ല ആംബിയൻസാണ്. കാഴ്ചകൾ കാണാം. ഒരാൾ നടന്നു വരുന്നുണ്ടോ, ആരാണെന്ന് നമ്മളിവിടെ അടുത്ത് വന്നാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് മഞ്ഞാണ്. പച്ച കോട്ട് മാത്രം കാണാം നമുക്ക്. എനിക്ക് തോന്നുന്നു അതൊരു കാട്ടുപോത്താണ്. അയ്യോ, അത് വല്ലാത്ത കമന്ററി ആയി പോയടാ. സത്രത്തിലെ ബസ്സാണ്. മഞ്ഞിനെ വക മാറ്റി പോകുന്ന ബസ്. എവിടെ നിന്ന് വരുന്ന ബസ്സാണ് നോക്കണം. ബോർഡ് നോക്കണം. ബോർഡ് എന്തോഴി സാറും കോഴി സാറും. പേടിയാവല്ലോ സാർ. നല്ല കളറല്ലേ ജീപ്പിന്. പിടിച്ചിരുന്നോണം കേട്ടോ. വരുമോ അല്ലേ? നേരത്തെ ആനയുടെ ശല്യം ഉണ്ടായിരുന്നോ? ഇല്ല. ആണല്ലേ? കടുവയൊക്കെ ഉണ്ടല്ലേ? ഇവിടുത്തെ തേക്കടിക്ക് ഒത്തിരി ദൂരം ഉണ്ടോ? അത്രയല്ലേ? താമസക്കാരൊക്കെ ഉണ്ടോ? വീട്ടുകാരൊക്കെ താമസം ഉണ്ടോ? അതോ? ആണല്ലേ? ആന പിടിച്ചോ? ഇവിടെയാണോ പിടിച്ചേ? അയ്യോ, കാണാൻ പറ്റുന്നില്ല. കാണാമോ? ഇല്ല, ഹോസ്പിറ്റലിലല്ലേ? അപ്പൊ ഇതിലെങ്ങനെ ചേട്ടാ വരുന്നത്? ഇതിലെങ്ങനെ ആന ഇറങ്ങി വരും? അവിടെ ഉണ്ടായിരുന്നു ഓറഞ്ച്. റെയിൻകോട്ടോ? ചേട്ടന്റെ ആണോ? അയ്യോടാ. എന്നാലും ഇതിൽ ഈ ഇറക്കത്തിൽ കൂടെയൊക്കെ എങ്ങനെ വരും അല്ലേ? അല്ലടാ, ഇവിടെ താമസിക്കുന്ന ആളാടാ, എസ്റ്റേറ്റില്. രാത്രിയാണോ? പകല് 11 മണിക്കാ? എന്റെ തമ്പുരാനെ, സൂക്ഷിക്കണമല്ലോ. പശുവാണോ അവിടെ നിൽക്കുന്നത്? പശുക്കളല്ലേ? ആനയുടെ കാഷ്ടം. ആനയുടെ കാഷ്ടമല്ല, ആനപ്പിണ്ടം. ആനയുള്ള സ്ഥലത്തൂടെ നമ്മൾ പോകും. ഈ ചക്കയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ ഇതൊക്കെ വന്ന് പറിച്ചിട്ട് പോകാമല്ലോ അല്ലേ? ചക്കയും കൊക്കോയും എല്ലാം ഉണ്ടല്ലോ. ഈ കാപ്പിത്തോട്ടത്തിലൊക്കെ ആയിരിക്കും കടുവൊക്കെ ഇരിക്കുന്നത്.
കാട്ടുപോത്തും കാണും. ഇവിടെ ആനയുണ്ടെന്ന് എനിക്ക് അറിയില്ല, ഇതിൻ്റെ ആദ്യത്തെ അറിവാട്ടോ. ചിലപ്പോൾ കാട്ടുപോത്തും കാണും. കടുവയുണ്ടെന്നേ ഞാൻ കേട്ടിട്ടുള്ളൂ, ആനയുണ്ടെന്ന് എനിക്ക് അറിയില്ല. ആ ഇവിടെ കടുവയുണ്ട്. നമ്മുടെ കൂടെയുള്ള വണ്ടി പുറകെ കൂടെ വരുന്നു. കാറ്റത്ത് മരമൊക്കെ ഒടിഞ്ഞു കിടക്കുന്നു. മരം ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. വഴി നല്ല മോശമാണ്, നല്ല മഴയുണ്ട്, നനയുന്നുണ്ട് ഈ സൈഡ്. ഇങ്ങനെ ജീപ്പ് കൊണ്ട് പോകുമ്പോൾ ആന വരത്തില്ലേ? ഇവരങ്ങനെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാന്നാ പറഞ്ഞു. ഇന്നലെ ആദ്യമായിട്ട് വരുന്നുണ്ടല്ലേ? ആ അങ്ങനെ ഉപദ്രവമൊന്നും ഇല്ലായിരിക്കും അല്ലേ? ഈ ജീപ്പിന് പോകുമ്പോ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല അല്ലേ? ഉണ്ടോ? ആ നമ്മൾ വണ്ടി ഓടിക്കുന്നത് മുഴുവൻ സൈഡെല്ലാം നനഞ്ഞ് ഞാനും കൂടെ ഒതുങ്ങിയിരിക്കുക. ഭയങ്കര മഴയാണ് പുറത്ത്. ദേശത്തെല്ലാം വെള്ളം വീണുകൊണ്ടിരിക്കും. ഞങ്ങൾ തന്നെ ഫ്രണ്ട് സീറ്റ് ചോദിച്ചു, ഫ്രണ്ട് സീറ്റ് കയറി. ഇവനുള്ളതുകൊണ്ടേക്ക് ഫ്രണ്ട് സീറ്റ് ഇവൻ ഓഫ് റോഡ് എപ്പം തുടങ്ങും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വഴികൾ, കുഴികൾ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു. അതെ ഇളകി കഴിച്ച ബിരിയാണിയൊക്കെ. ഇവിടെ ആനയുണ്ടെന്നാണോ പറയുന്നത്? നോക്കാം. നമ്മുടെ കൂടെ വന്ന വണ്ടി കാണുന്നില്ല. നല്ലൊരു വൈബാണല്ലേ. സ്റ്റേറ്റിലല്ലേ എങ്ങളാന്ന് തോന്നുന്നു അവിടെ കാണും. എൻ്റെ പാൻറ്റ് മൊത്തം നനഞ്ഞ സൈഡ് ഫുള്ളുമാണ്. തേയില. അതിലെ ജീപ്പൊക്കെ ദൂരെ കൂടെ പോകും. ഇന്നലെ അയ്യോ, കോടമഞ്ഞ് വരുന്നുണ്ടോ? മഞ്ഞും മഴയെല്ലാം കൂടി ഒരുമിച്ചാണ് വരുന്നത്. വല്ലാത്തൊരു വൈബാണ്. അതെ, മഴ നനഞ്ഞാലും ഒരു രസമുണ്ടല്ലേ? അതെ, നല്ല തണുപ്പ്. അതിന്റെ തണുപ്പുള്ളതുകൊണ്ട് നമുക്ക് ക്ഷീണം വരത്തില്ല. മലക്കപ്പാറയ്ക്കൊക്കെ പോകുമ്പോണ്ടല്ലോടാ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആന നിൽക്കുന്നത്. അങ്ങോട്ടൊക്കെ വഴിയുണ്ട്, സ്റ്റേറ്റിലെ വഴികളാണ്. ഒരു വണ്ടി പോയാൽ അതിനുള്ള സ്ഥലം ഇല്ല. എല്ലാം ജീപ്പാണ് ഇവിടെ അല്ലേ? കാറും ജീപ്പും തന്നെയാണ്. മഹീന്ദ്രയാണ് പോകുന്ന രണ്ടെണ്ണം തന്നെ. നമ്മൾ ഈ വഴിക്കാണോ? ഞാൻ വെച്ച് നമ്മൾ ആ വഴി. അത് ഇവിടുന്ന് വരുന്ന വണ്ടി ഏട്ടാ ഇപ്പം വന്നവർ കുമളിയിൽ നിന്നല്ലേ? കുമളിയിൽ നിന്ന് വരുന്നവർ അതിലേ വരും. നമ്മൾ ഇതിലേ മഹീന്ദ്ര ജീപ്പുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. റോഡിൽ കൂടെ വണ്ടി പോകുന്നു. ദൂരെ കണ്ട സത്രം എഴുതിയിട്ടുണ്ട്. സത്രം റോഡ് പോകുന്ന വളവളം. അത് നല്ല രസമല്ലേ കാണാൻ? അതായത് കണ്ടോ വണ്ടിയൊക്കെ ദൂരെ പോകുന്നു. ഒരു കല്ലിൽ നിന്ന് അടുത്ത കല്ലിലേക്ക് നമ്മുടെ ജീപ്പ് കൊണ്ടിരിക്കും. എന്നിട്ടൊക്കെ വഴികൾ
അങ്ങോട്ട് പുല്ലുമേട് കയറി ചെല്ലുന്ന പുല്ലുമേടാണ്. ഒരു പള്ളിയുണ്ട് കണ്ടോ. പാഞ്ചാലിമേടൊക്കെ കയറി വരുന്ന പോലെ അല്ലേ. നല്ല സ്ഥലം അല്ലേ. ഓ നല്ല തണുപ്പ്, മഴ വന്നിരിക്കും. അമ്മേ ഓഫ് റോഡ് ആണല്ലേ. ഇനിയാണ് ഓഫ് റോഡ് തുടങ്ങുന്നത്. ഇതിന് കമൻട്രി ഇവൻ തന്നെ തുടങ്ങിയാണ് ഓഫ് റോഡ്. എല്ലാവരും പിടിച്ചിരുന്നോ കേട്ടോ. എടാ നീ പിടിച്ചിരുന്നോണേടാ. നമുക്ക് ചെളി കുളമാണ് റോഡ്. മൊബൈല് വെളിയിലോട്ട് ഇട്ടിട്ട് എടുക്കാൻ പറ്റത്തില്ല മഴ കാരണം. മൈ ഗോഡ്, ഇന്ന് ഇത് വഴിയല്ല, കല്ലുകളാണ്. കല്ലിന്റെ പൂരോ. ഒരു കല്ലിൽ നിന്ന് അടുത്ത കല്ലിലോട്ടാണ്. ചേട്ടന് കോംപ്ലിമെന്റ്സ് കൊടുത്തു. ചേട്ടന് നമുക്ക് കൊണ്ടുപോകാന്നല്ലേ. ചേട്ടൻ അടിപൊളിയാണ്. ഇവരിത് പറയും എന്നെ, ഇവര് തിരിച്ചവിടെ ചെല്ലണമല്ലോ. താഴോട്ട് നോക്കി ചേച്ചി, അപ്പോഴല്ലേ രസം. ഇവിടെ തുടക്കണം, തുടച്ചു കൊടുക്കണം. ചെവിയിലൊക്കെ പോകണേ, അതിൻ്റെയൊക്കെ മുകളിൽ ആന നിൽക്കുന്നതാണോ? ഇവിടെയൊക്കെ അങ്ങനെ നിൽക്കുമോ ചേട്ടാ? വല്ലപ്പോഴും ഒക്കെ അല്ലേ. ഇവിടെ പുൽമേടാണ് ഉണ്ടാവുക. ഇതിലൊക്കെയാണ് നമുക്ക് അവിടെ ആനയൊക്കെ നിൽക്കുന്നത്. നോക്കി വഴി നോക്കി. നല്ലൊരു പാറ കയറാൻ പോവാ. നല്ലൊരു വീട് എവിടെ? ആ താഴെ. അതെന്തോ ഈ ഓഫ് റോഡ് കുലുക്കുമ്പോ ചിരിക്കുന്ന ഇവർ രണ്ടുപേരെ കാണുള്ളൂ കേട്ടോ. അവരതുപോലും അറിയണില്ല, ചിരിക്കുമായിരുന്നു. ഓ മൈ ഗോഡ്, സൂപ്പർ ഓഫ് റോഡാണ്. നോക്കി വലിയ കല്ലൊക്കെയാണ്. ചെരിഞ്ഞു പോവാ. എടാ നീ പിടിച്ചിരുന്നോണ്ടേട്ടാ, നീ ആ വഴി. ഞാൻ എല്ലാരും കാണുന്നുണ്ട്. ഞാൻ ഒരു സൈഡ് പിടിച്ചായിരിക്കുന്നത്. എനിക്ക് തോന്നി ചേട്ടൻ പറഞ്ഞ ശരിയായിരിക്കുന്നു. എന്നതാടാ? ആ അവര് വെറുതെ പറയുന്നു. ഓ മഴയൊന്നും ഇല്ല കേട്ടോ. നോക്കിയേ, ഇവര് പോകുന്ന ഒരു ചെറിയൊരു പാത്ത്. ചേട്ടനറിയാം, നീ ഉണ്ടായിടാ. ഓ അങ്ങനെ കുലുക്കി കുലുക്കി നീ എന്നെ താഴെ ഇടല്ലേട്ടാ. ഞാൻ പക്കത്തായിരിക്കുന്നു. ഓ ഏത് മൂട്? ഏത് മൂടാണ്? കുലുക്കി മൂട്. കുലുക്കി മൂട്. നമ്മുടെ വണ്ടി വരുന്നു, നമ്മുടെ കൂടെ ഉള്ളവർ വരുന്നുണ്ട്. അതല്ലേ നമ്മുടെ കൂടെ ഉള്ളവരല്ലേ അത്? അല്ലല്ലേ, അവരെ കാണുന്നില്ല. അവിടെ ജോലിക്കാരൊക്കെ കുലുക്കി തീർന്നതാണ്. ദൈവം അങ്ങോട്ട് വഴിയല്ലേ? ആ ഭാഗ്യം അങ്ങോട്ടല്ല. നീ മിണ്ടായിട. നിന്നെ ചേട്ടൻ ഇറക്കി വിട്ടിട്ട് ഇന്ന് നടന്നു വന്നോളാൻ പറയണ്ട. എനിക്ക് തോന്നുന്നതേ അവരെ ചിലപ്പോ ഇറക്കി വിട്ടിട്ട് നടന്നു വന്നോളാൻ പറഞ്ഞാണ്. അയ്യോ എന്റെ അമ്മേ, അല്ല അതെ, നന്നാക്കാത്തോണ്ടാണല്ലോ ഓഫ് റോഡ് ആയത്. അമ്മേ വലിയ കർത്തം. എനിക്കൊന്നും കാണാം, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ശരിക്കും.
എൻ്റെ ഒരു സൈഡ് ഫുള്ള് നനഞ്ഞു. എനിക്ക് വേറൊരു പാൻറ് വാങ്ങേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ ജീപ്പ് മാത്രമേ ഉള്ളല്ലേ? ഇഷ്ടംപോലെ ജീപ്പിന്. ഓ അവിടെ നിന്നൊക്കെ ജീപ്പ് വരുന്നുണ്ട്. ആ നമ്മൾ സൈഡ് കൊടുക്കും അല്ലേ? അവിടെ ഒരു സ്ഥലമില്ല. ആ ജീപ്പ് വന്ന് പോയിട്ട് വേണം നമുക്ക് പോവാൻ. നോക്കുന്നുണ്ട് ചേച്ചി. ആ ഞാൻ നോക്കട്ടെ, വല്ല കുഴിയൊക്കെ വരുവാണെങ്കിൽ അങ്ങോട്ട് ഇരിക്കാം. ആ എടാ അവിടെ ഇങ്ങനെ നിരപ്പ് വരുമ്പോ ഞാൻ അവിടെ ഇരിക്കും. എനിക്ക് ധൈര്യം പോരാ. നീ ഇവിടെ ഒരു വണ്ടി വന്നാൽ വേറൊരു വണ്ടിക്ക് പോകാൻ സ്ഥലമില്ലല്ലോ. നീ കണ്ടുപിടിച്ച ഓ എന്ത് ഇതാണ് അങ്ങോട്ട് വഴി നോക്കിയാ ഫ്രണ്ടിലോട്ട് നോക്കടാ. ഇപ്പൊ പറഞ്ഞു വഴി എങ്ങോട്ട് അങ്ങോട്ടും ഉണ്ടല്ലേ? ഇവൻ ആരാ പോകുന്നില്ലയോ? ഇവനാണ് ചേട്ടനോട് കുഴിച്ചാടി. ഇവിടെ വരെയുള്ളൂ ചേട്ടാ? ഇനിയുണ്ടോ? ഈ സ്ഥലത്തിന്റെ പേരെന്താ? സത്രം വ്യൂ പോയിന്റ് അല്ലേ? ആ സത്രം വ്യൂ പോയിന്റ് ആണ്. ഇവിടെ എല്ലാം വണ്ടിക്കാർ വന്നാൽ ഇവിടെ നമ്മളെങ്ങനെ ഇറങ്ങും? സൂര്യാസ്തമനം കാണണോ? ഇപ്പൊ കാണണോ? സൂര്യാസ്തമനം കാണാൻ വന്നാണോ? ജോലിസാരൊക്കെ ഇറങ്ങും. സത്രം വ്യൂ പോയിന്റ് നമ്മൾ എത്തിയതിന് ഭയങ്കര കാറ്റും ഭയങ്കര മഴയും മഞ്ഞും കോടയൊക്കെ കൂടിയാണ്. ഈ കോട ഇങ്ങനെ വരുന്നതുണ്ടോ? എൻ്റെ ഫോണൊക്കെ നനയോ? ഞാൻ നനഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ഈ കോട വരുന്നതുണ്ടോ? ഫോണിൽ എന്തോരം കിട്ടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും നനഞ്ഞ് നിൽക്കുകയാണ്. മഞ്ഞ മലയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നല്ല രസമുണ്ടല്ലേ? ഇത് വെള്ളം മേത്ത് വെള്ളം വീണ് കൂടാണ്ട് മുകളിൽ നിന്നും വെള്ളം വീണു. നല്ല കൂടെയാണ്. താഴെ കൂടെ വഴിയാണ്. അതെ നല്ല രസമുണ്ട്. എൻ്റെ മൊബൈൽ നനയുന്നുണ്ട്. അതെ അല്ലേ? ഈ മലയിലല്ലേ? ഈ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സമയത്ത് ആന ഇറങ്ങുന്ന സമയമാണ്. ഈ മഞ്ഞൊക്കെ ഉള്ളപ്പോഴേ ആന കൂട്ടങ്ങളൊക്കെ ഇറങ്ങി ഇങ്ങനെ മേഞ്ഞു നിൽക്കുന്ന ഇവിടെ. പിന്നെ ഏത് സമയം ഈ ക്ലൈമറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അതുങ്ങൾ ആ സമയത്ത് ഇറങ്ങുള്ളായിരിക്കും. നമ്മൾ തിരിച്ചു പോകണം. നല്ല വേറെ കുലുങ്ങി അടിപൊളി. നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റ് അവര് നോക്കും ഇതാരാ പോകുന്നേ നോക്കി. അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോകും. ഇവിടെയൊക്കെ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. കണ്ടോ? ഇവിടെ കൂവാൻ ഒരാളെ ഉള്ളൂ.
സാറ് ചെറുക്കാ വീണ ചെടി വീഴുന്നു. കുടുങ്ങി വഹാബ് അതല്ലേ വരുന്നു. ലച്ചു ഫ്രണ്ടിലോട്ട് നോക്ക്. ലച്ചു ഉറങ്ങിപ്പോയാ? ലച്ചു ഫ്രണ്ടിൽ നോക്ക്. ലച്ചു എടാ ചെക്ക, അവിടെ നിൽക്കുമ്പോൾ നിന്നെ ഞാൻ അടുത്തിരിക്കാം കേട്ടാ. അടുത്തടുത്ത് നിൽക്കുമ്പോൾ നീ ഇനി അവിടെ ഇരിക്കണം. എനിക്ക് പേടിയാ. എന്നിട്ട് വെള്ളച്ചാട്ടം ഇതോ റോഡിൽ ഇപ്പൊ വരും. എവിടെ ആണോ? അങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ടോ? ആന വരാതിരിക്കാൻ വേണ്ടി കമ്പി. ആന വരാതിരിക്കാൻ ഫെൻസ് ചെയ്തിരിക്കുന്നതാടാ. അതുകൊണ്ട് ഇവിടെ വെള്ളം വരുന്നുണ്ടോ? നോക്കടാ. റിവർ ക്രോസിംഗ് ആണ്. റിവർ ക്രോസിംഗ്. അങ്ങോട്ട് ഇറങ്ങുമ്പോ തിരിഞ്ഞു നോക്കിയാ മതി. അത് ഇറങ്ങാൻ പോണോ? ഇറങ്ങാൻ വേണ്ട. ക്യാമറ എവിടെയാ പിടിക്കുക? നല്ല വെള്ളം. റിവർ ക്രോസിംഗ് ആണ്. നമ്മുടെ ജീപ്പും ആദ്യത്തെ ജീപ്പിൽ പോയവരിറങ്ങി നടക്കുന്നു. നമ്മൾ വേണ്ട നമ്മുടെ ജീപ്പ് വെള്ളം ക്രോസ് ചെയ്യാൻ വരും. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ്. ചേട്ടൻ വരട്ടെ. മുമ്പത്തെ പോലെ ഓടി വീഴണ്ട അല്ലേടാ. അതുകൊണ്ട് ഇവിടെ എല്ലാം ഫെൻസ് ഇട്ടിരിക്കുന്നത്. ഇവിടെ കാന വരുന്ന സ്ഥലമാണ്. നമ്മൾ മുമ്പേ നിന്നത് അതിൻ്റെ പൊക്കറ്റാണ്. അതുകൊണ്ട് കണ്ട അവിടെ നിന്ന് നമ്മുടെ ജീപ്പ് ഇപ്പോൾ വരും. ഓക്കേ, ജീപ്പ് അവിടെ ചാടി ചാടി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. വരുന്നില്ലേ? നമ്മുടെ ജീപ്പ് ലൈറ്റൊക്കെ ഇട്ട് വരികയാണ്. സൂപ്പറാണല്ലേ ഇടാ സത്രം. എനിക്കിഷ്ടപ്പെട്ടു. നമ്മുടെ ചേട്ടനും അടിപൊളി ഡ്രൈവറാണ്. നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് സൂപ്പർ. ഞങ്ങളെ കൊണ്ടുപോയോ? വണ്ടി നമുക്ക് പോവാം. അയ്യോ ഓർഡർ. ചിത്രത്തിലെ രണ്ടാമത്തെ പോയിൻ്റാണ്. അവിടെ നമ്മൾ വന്ന് ജീപ്പ് കിടക്കുന്നു. എല്ലാവരും ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. ഇവിടെ എല്ലാം ഒരേ ഇതാണ്. ഇത് എൻ്റെ അസിസ്റ്റൻ്റാണ് ഈ പോകുന്നത്. എല്ലാവരും തന്നെ അതിന് മുകളിലൊക്കെ ജീപ്പ് നിർത്തിയിട്ടിരിക്കുന്നു. കേട്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല രസമുണ്ട്. നല്ലൊരു ക്ലൈമറ്റ് അല്ലേ? ഓ തെന്നി ഞാൻ ചേട്ടനെ പോയി ഇടിക്കും. കിടു വ്യൂ ആണ്. ചെളിയിൽ കൂടെ പോയാലും പഞ്ചായത്തിൽ എല്ലാരും നീ വേണ്ട. ഫ്ലാഷ് ഒക്കെ വീഡിയോ എടുക്കുന്നുണ്ടോ? ഫ്ലാഷ് ഇട്ട് എടുക്കുന്നത് അറിയാലോ. അവിടെ എല്ലാം പണിയുന്നോ?
എ സ്റ്റെപ്പാണോ? ഓ ശരി ശരി. വഴി ഭയങ്കര പുതിയ ഇതിൽ ഗർത്തത്തിലേക്ക് അവരെ ഇറക്കാൻ ചാൻസ് ഉണ്ട്. എടാ നല്ല ഓഫ് റോഡാണ്. ചെറിയ വെള്ളച്ചാട്ടം വരും. ഇതാണ് നീ എന്നെ മുമ്പേ മണപ്പിച്ചത് അല്ലേ? എൻ്റെ ഫോണ് മിക്കവാറും താഴെ പോകാനുള്ള സാധ്യത കാണുന്നു. നമ്മൾ ചക്രത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ട്രെയിനിട്ട്. എല്ലാം നല്ല വൈബാണ്, നല്ല കിടു വൈബാണ്. ഇവിടെ രണ്ട് രീതിയിൽ നിൽക്കുന്നത് ചേട്ടൻ നിൽക്കൂ. കൂടെ രണ്ടിട്ട് തന്നെ എനിക്ക് ഈ ക്യാമറയാണ് അവൾ ഓർത്തത്. പലപ്പോഴും ഞാൻ വെച്ച് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചതൊക്കെ ഇപ്പം കൊടുത്തു. എൻ്റെ ഈ കിട്ടിനെ ചത്തു പോകുന്നില്ലോ എന്ന് ഓർത്ത് എങ്ങനെ വഴികളോ റേഞ്ച് വഴി എടുത്തോണ്ട് പോണേ ഇവിടെ പാട്ടാ മാറ്റ് വേലിയെ കൊണ്ട് കാര്യം ഇതിലൊരു അതെ ശേഖർ ഇതെങ്ങനെ നടക്കാനാ? ഇത് ശരിയാ. രാഹുൽജി പണ്ടത്തെ വല്ല ഇതുവാണോ ഏട്ടാ?
എന്തോ ആരാണ്? പന്തളത്ത് രാജ. ഓ മറ്റേ തിരുവാഭരണത്തിന്റെയോ? ഓ ശരി ശരി. ശരിക്കുള്ള സത്രം അതാണോ? ആ ആ, അതുകൊണ്ടാണ് ഈ സത്രം എന്ന് പറയുന്നത് അല്ലേ? ആ ആ ആ. ഇപ്പൊ ശബരിമലയ്ക്ക് പോകുമ്പോഴോ? ഇപ്പം മറ്റേ ഈ വഴി പോണില്ല അല്ലേ? ആൾക്കാർ നടന്നൊക്കെ വരുന്നുണ്ടല്ലോ ഇതിലും. ഇവിടെ താമസിക്കുന്നവരായിരിക്കും അല്ലേ? അവിടെ വഴിയാണോ അത്? അതെങ്ങോട്ടുള്ള? വണ്ടിപ്പെരിയാർക്കോ? ആ ആ. നല്ല മഴ, നല്ല മഞ്ഞ്. ഫ്രണ്ടിൽ ഇട്ടാൽ മതിയായിരുന്നു അല്ലേ? മൺസൂൺ ഡ്രൈവ് അങ്ങനെ മെയിൻ റോഡിലേക്ക്, മെയിൻ റോഡിലോട്ട് ഓഫ് റോഡ് കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക്. അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഹെലിപ്പാഡാണല്ലേ? ഹെലിപ്പാഡിൽ അവരാ നമ്മളോട് പറഞ്ഞ ആനയുണ്ട് ആനയുണ്ടെന്ന്. ആണോ? ആ അവരോട് ചോദിച്ചു. കെട്ടിടം ആണോ? വണ്ടിപ്പെരിയാർ പഞ്ചായത്തല്ലേ ഇത്? കേറുന്നുണ്ടോ? എടാ മിണ്ടായിരടാ, ചേട്ടനറിയാം. ആ വഴി ഈ വഴി അതെ 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 അതെ. ഞങ്ങളുടെ ചേട്ടൻ അടിപൊളിയായിട്ടോ. നമുക്ക് അവര് വരുന്ന പോയി കാണാം. അവര് വരുന്നില്ലേ? അവരുടെ വണ്ടി താഴെ നിർത്തി. അവരുടെ വണ്ടി കയറി വരുന്നില്ല. ഞങ്ങളുടെ വണ്ടി ഞങ്ങളുടെ ചേട്ടൻ അടിപൊളിയാണ്. ഞങ്ങളുടെ ചേട്ടൻ സൂപ്പറാണ്. ചേട്ടൻ കേട്ടി. അവരുടെ വണ്ടി ആ ചേട്ടൻ കുറ്റം പറഞ്ഞല്ല, അവിടെ ഓവർലോഡാ. അവരവിടെ നിന്ന് ഹെലിപ്പാഡാണ് കേട്ടോ.
ഉച്ചയ്ക്ക് 1 മണി 1:30 ആകുമ്പോഴാണ് അവിടെ ഓഫ് റോഡ് ചെയ്യുമ്പോഴത്തേക്ക് 4 രൂപയൊക്കെ ആയിട്ട് അതിൻ്റെ ഏതാണ്ട് ഞങ്ങളുടെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് ഞങ്ങൾ ജീപ്പ് വിട്ട് ഒത്തിരി ദൂരം കുറച്ച് ദൂരം അടിപൊളി യാത്രയാണ്. സത്രം വന്നിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും നല്ലൊരു ഓഫ് റോഡ് കിടിലൻ ഡ്രൈവ് ആസ്വദിക്കാൻ മൺസൂൺ യാത്ര ആസ്വദിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് സത്യം. അപ്പോൾ അടുത്ത വീഡിയോ